ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് വരുന്ന 3 മാസത്തിനുള്ളിൽ 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ റീഡിങ് തീർച്ചയായിട്ടും കണ്ട് അതിൻ്റെ പോസിറ്റീവ് എല്ലാ സൈഡുകളും ക്ലെയിം ചെയ്യാൻ ശ്രദ്ധിക്കണം. എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. അതായത് എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജി കളക്റ്റീവായി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു സമയം തൊട്ടായിരിക്കും ഈ റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആവുന്നത്. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസൊനേറ്റ് ആവണം എന്നില്ല. സോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ റീഡിങ്ങിൽ നിന്നും ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ നമ്മുടെ റീഡിങ് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്നുള്ളതാണ്. അതാണ് നമ്മൾ ടാരോയിൽ നിന്ന് ചോദിച്ചു നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, പുതിയ അവസരങ്ങൾ, അത് കരിയറിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവാക്കി നിർത്തിയിട്ട് വേണം ഈ ഒരു റീഡിങ് നിങ്ങൾ കാണാൻ. നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയി നിങ്ങളുടെ ബ്രീത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഏറ്റവും നല്ല ഒരു റീഡിങ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന 90 ദിവസത്തിനുള്ളിൽ, വരുന്ന 3 മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. ഓക്കെ, ടാരോ പ്ലീസ് ഗൈഡ് മീ. ടാരോ പ്ലീസ് ഗൈഡ് മീ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് വരുന്ന 3 മാസത്തിനുള്ളിൽ, വരുന്ന 90 ദിവസത്തിനുള്ളിൽ എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? ഏറ്റവും നല്ല ഒരു റീഡിങ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതിൻ്റെ എല്ലാ പോസിറ്റീവ്നെസ്സും നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യട്ടെ. എന്ത് ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? വരുന്ന 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു മേജർ ബ്ലെസ്സിങ് എന്താണെന്നുള്ളതാണ്. എന്ത് മേജർ ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, 2 കാർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണ് ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് എത്താൻ പോകുന്നത്? ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്ത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഒരു ബ്ലെസ്സിങ് കൊണ്ടുവരാൻ പോകുന്നത്? ഈ ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ എന്ത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? എന്ത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഒരു അനുഭവം, ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? ഈ ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ എന്ത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? ഈ ഒരു ബ്ലെസ്സിങ്, ഈ ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അടയാളങ്ങൾ എന്താണെന്ന് നോക്കാം. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, വർഷങ്ങളുള്ള ആഗ്രഹമുള്ള ഒരു പഴക്കമുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. മേ ബി ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളത്? നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നാൻ പോകുന്നത്? ഓക്കെ, ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറണം, ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് നോക്കാം. ഈ ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. എന്ത് ആഗ്രഹമാണ് അല്ലെങ്കിൽ എന്ത് ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്?
ഓക്കെ, വളരെ ഒരു ഹാപ്പി ടൈമിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഒരു വിക്ടറി കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയയിലാണ് ഈ ഒരു ബ്ലെസ്സിങ് വരാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇത് ഫൂൾ കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഈ ബ്ലെസ്സിങ് എങ്ങനെയാണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് എന്ത് പോസിറ്റീവ് ചേഞ്ച് ആണ് ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന അടയാളങ്ങൾ എന്തായിരിക്കും? ഓക്കെ, ഈ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളത്? ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റിസ്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റീഡിങ്ങിലേക്ക് പോവാം. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്. സോ നിങ്ങളുടെ ഒരു വിക്ടറി ടൈം തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നിങ്ങൾ ഏതെങ്കിലും എക്സാമിന് വേണ്ടിയൊക്കെ ശ്രമിക്കുകയാണ്, കുറേ നാളുകളായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനോബലത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ ഇനി സാധിക്കും. ഓക്കെ, നിങ്ങളുടെ 3 മാസം നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രോഗ്രസ് വരുത്താൻ പോവാണ്. നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നൊരു സമയമാണ്. നിങ്ങളുടെ കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷം അതിന് റിസൾട്ട് കിട്ടാൻ പോകുന്നൊരു സമയം കൂടിയായിരിക്കും ഇനിയുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ലോ ആയിട്ട് വളരെ മുന്നോട്ട് പോവാതെ ഇങ്ങനെ സ്റ്റക്കായി നിന്നു എന്ന് തോന്നുന്ന പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതായിട്ട് ഇനി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഒരു മൂവിങ് ഫോർവേഡ് എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ പെർസിസ്റ്റൻസ്, അതായത് നിങ്ങൾ ഒരേ കാര്യത്തിന് വേണ്ടി വളരെ കാലമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, നിങ്ങൾക്ക് ഒരുപാട് മനഃശക്തി ഉണ്ട്. നിങ്ങളുടെ മനഃശക്തിയോടുകൂടിയാണ് നിങ്ങളുടെ ഈ നേട്ടം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ പല സമയത്ത് നിങ്ങളുടെ കൈവിട്ട് പോകുന്ന രീതിയിൽ പോയിട്ട് പോലും നിങ്ങളുടെ മനഃശക്തി കൊണ്ട് അത് നിയന്ത്രിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ്. വളരെയധികം ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ മനസ്സിലാകാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട്, ഒരു മാറ്റം വരാൻ പോവുകയാണ്. എൻ്റെ ഇതുവരെയുള്ള ലൈഫല്ല, ഇനി എൻ്റെ ലൈഫിൽ കുറച്ചുകൂടി സ്പീഡ് കൂടും എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ വരുന്ന 3 മാസം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എഫോർട്ട് ഇട്ടുകൊണ്ടിരുന്നത്, ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും വരാൻ പോകുന്ന ഒരു ടൈം ആയിരിക്കും ഈ വരുന്ന 90 days എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചപ്പോൾ 2 കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 of Cups ആൻഡ് 6 of Wands ആണ്. ഇത് ഒരു വിക്ടറി സെലിബ്രേഷൻ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ എനർജി തന്നെയാണ് വീണ്ടും കാണിച്ചു തരുന്നത്. സോ ഒരു ആഘോഷിക്കാൻ തക്കമായ ഒരു എനർജി, ഒരു ആഘോഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. ഒരു സെലിബ്രേറ്ററി ബ്ലെസ്സിങ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് ഒളിച്ചു വെക്കേണ്ടതായിട്ടുള്ള ആളുകളുടെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്കായിരിക്കും ഈ ഒരു ബ്ലെസ്സിങ് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടാൻ പോകുന്നൊരു സമയമാണ്. നിങ്ങളെ തിരിച്ചറിയപ്പെടാൻ പോകുന്നൊരു സമയമാണ്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ കടന്നിട്ടാണ് ഈ ഒരു എനർജിയിലേക്ക് എത്തിയിരിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളിപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു വിക്ടറി സ്റ്റേജിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ പല കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പോലും ഈവൻ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ആളുകൾ, നിങ്ങളുടെ ഏറ്റവും അടുപ്പമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്ക് പോലും നിങ്ങളെ മനസ്സിലാവാത്ത, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാവാത്ത ഒരു എനർജിയിൽ നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 90 days നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുന്നൊരു മാസമായിരിക്കും ഈ അപ്കമിങ് 3 months. ഓക്കെ, സോ ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാമ്പോൾ. നിങ്ങൾക്കത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി,
ഓക്കെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളുടെ സൊസൈറ്റിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടും. ഫൈനലി നിങ്ങൾ വിജയിച്ച് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്, നിങ്ങൾ വെറുതെ പറഞ്ഞ കാര്യങ്ങളല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറായ കാര്യങ്ങളാണ് എന്ന് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഈ ഒരു 3 മാസം അങ്ങനെയുള്ളൊരു ടൈമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് നിങ്ങളുടെ വിക്ടറി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടും, അച്ചീവ്മെൻറ്റ് കിട്ടും. അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, റെസ്പെക്റ്റ് കിട്ടുക, സന്തോഷം കിട്ടുക. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അതൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും. അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒരുപാട് ആളുകൾ പുകഴ്ത്താനൊക്കെ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ചില കാര്യങ്ങൾ കണ്ടോ അവർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിലത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഈ ഒരു പോസിറ്റീവ്നെസ് ഉറപ്പായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഏത് ഏരിയയിലാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണ് ഈ ഒരു പോസിറ്റീവ്നെസ്, ഈ ഒരു ബ്ലെസ്സിങ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചപ്പോൾ ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിസ്ക് എടുത്ത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും. ഈവൻ മറ്റുള്ളവരൊക്കെ വാൺ ചെയ്തിട്ടും ഞാനിത് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ച് റിസ്ക് എടുത്ത് അതിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു യാത്രയായിരിക്കാം. ഓക്കെ, നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. നിങ്ങൾ റിസ്ക് എടുത്ത് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തായിരിക്കാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരിക്കാം. മുമ്പുണ്ടായിരുന്ന ഭാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ നിങ്ങളൊരു തീരുമാനം ലൈഫിൽ എടുത്തിട്ടുണ്ടായിരുന്നിരിക്കാം. ഓക്കെ, സോ ഇതൊരു നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു ബ്രാൻഡ് ന്യൂ ചാപ്റ്റർ ആണെന്ന് വേണം ഈ കരുതാനായിട്ട്. ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പം നിങ്ങളുടെ ലൈഫിന് പുതിയൊരു ചാപ്റ്റർ എഴുതപ്പെടാൻ വേണ്ടി പോവുകയാണ്. കുറേ മാനസിക ഭാരങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് പുതിയൊരു യാത്രയ്ക്ക്, പുതിയൊരു മാനസികമായ യാത്രയ്ക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സമയമാണിത്. ഓക്കെ, നിങ്ങളുടെ സ്നേഹബന്ധത്തിലാണെങ്കിലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ, നിങ്ങളുടെ പുതിയ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സ്നേഹം ഒക്കെ പുതിയൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ കരിയറിലാണെങ്കിലും പുതിയൊരു തുടക്കത്തിന് ഇത് വഴിവെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ പരിപൂർണമായി നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. യൂണിവേഴ്സിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു യാത്രയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണും ഈ ഒരു യാത്രയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്ന സമയത്ത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്വാതന്ത്ര്യവും സമാധാനവും ഒക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബ്ലെസ്സിങ് വരുന്നത് എങ്ങനെയാണ്? സോ നൗ സോർഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു ബ്ലെസ്സിങ് ചിലപ്പം നിങ്ങൾ അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഈവൻ നിങ്ങളുടെ ഹോപ്പൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾക്ക് ഈ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് ഇനി വരുന്നത് ലൈഫിൽ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പ്രൈവറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായിട്ട് തന്നെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഉള്ള ഒരു ചാൻസ് ആണുള്ളത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാടിക്കയറി വരുന്ന ഒരു അതിഥിയെ പോലെ ആയിരിക്കും. ഓക്കെ, നിങ്ങളെ എന്ത് വില കൊടുത്തും നിങ്ങളെ ഈ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ ബിഹൈൻഡ് ദ സീൻ ആരോ ഒരാളുണ്ടെന്ന് വേണം കരുതാൻ. ഓക്കെ, നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ, ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളെ ഏതോ ഒരു വ്യക്തി, ഒരു എനർജി, അതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കാം, പ്രപഞ്ചത്തിന് സപ്പോർട്ടായിരിക്കാം. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ശ്രമിക്കുന്നുണ്ട്, വിഷ്വലൈസേഷൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സാധ്യമാകാൻ പോകുന്ന ഒരു സമയമായിരിക്കും. കാരണം യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്തുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ ഒരു സമയത്ത് ആരോ പിന്നിൽ നിന്നും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ക്ലെവർ സൊല്യൂഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒരു പ്രശ്നത്തിൻ്റെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലായിരിക്കും നിങ്ങളുള്ളത്. ഓക്കെ, ആൻഡ് ചിലപ്പോൾ നിങ്ങളിവിടെ കുറച്ച് സെൽഫിഷായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചില അല്ലെങ്കിൽ ഈ ഒരു സഹായം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സെൽഫിഷായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഗ്രാജുവലി പിന്നീട് മുന്നോട്ട് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് പിന്നെ തോന്നും. ഓക്കെ,
ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്, എന്ത് പോസിറ്റീവ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് നോക്കിയപ്പോൾ ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ജീവിതത്തെ കാണുന്ന രീതി തന്നെ മാറിപ്പോകുന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇതുവരേക്കും ആളുകളെ, മറ്റുള്ളവരെ കണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ കണ്ടിരുന്നത് എങ്ങനെയാണോ അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെ നിങ്ങളുടെ മാറിപ്പോവും. ഒരു പുതിയ കാഴ്ചപ്പാടിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ താമസിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾക്കൊരു പോസിറ്റീവ് ലൈഫ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നും. ബിക്കോസ് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനാണല്ലോ ഇതൊക്കെ നടന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ നിങ്ങളുടെ മാറിപ്പോവും. ഓക്കെ, നിങ്ങൾ ഇമോഷണലി അതുപോലെ സ്പിരിച്വലി ഒത്തിരി ഗ്രോ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. മാനസികമായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത് അത് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം കൂടിയാണിത്. അപ്പോൾ അതിലും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നേക്കാം. അതുപോലെ നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരേ രീതിയിൽ വീണ്ടും വീണ്ടും ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ജോലിയാണെങ്കിൽ ആ ജോലിയിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ തുടരാൻ സാധിക്കുന്നില്ല. റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവുന്നു. ഓരോ വ്യക്തികളും ജീവിതത്തിൽ വരുന്നത് ഓരോ വേദനകൾക്കാണ്. അങ്ങനെയൊക്കെയുള്ള ഓരോ പാറ്റേൺസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും. നിങ്ങളുടെ ഈ ഓൾഡ് പാറ്റേൺസ് ഒന്നും ഇനി ലൈഫിൽ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ ഒരു എനർജിയും നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കൺഫ്യൂസിങ് ആയിരുന്ന പല കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സെൻസ് ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകാൻ പോകുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടുകൂടി. ഓക്കെ, ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചില പോയിന്റ്സ് അല്ലെങ്കിൽ ചില എന്താ പറയുക ചില തോട്ട്സ് നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇമോഷണലി വളരെയധികം കാം ആയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ എപ്പോഴും വറി ചെയ്യുന്ന ആൾക്കാരാണ്, വെറുതെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ കാംനെസ് ഉണ്ടാവും. നിങ്ങൾക്ക് വളരെയധികം ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതായത് എല്ലാം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ വളരെ ആലോചിച്ച് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ഒരു ഹൈ ക്ലാസ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ നല്ല അവെയർ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മാത്രമാണെന്നുള്ള ഒരു തോട്ടൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. അതുപോലെ നിങ്ങളോട് തന്നെ ഒരു ജെനുവിൻ കെയർ കാണിക്കുന്ന ഒരു സമയം. അത് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കെയർ തോന്നിയിട്ടുണ്ടാവും. നിങ്ങളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ പോരാ, എനിക്കിത് പോരാ, ഞാൻ ഇമോഷണലി കുറച്ചുകൂടി നല്ലതാവണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും അല്ല എൻ്റെ ലൈഫ്, കുറച്ചുകൂടി ബെറ്റർ ആവണം എന്നൊക്കെയുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾ ഇമോഷണലി വളരെ അപ്സെറ്റ് ആയിരുന്ന ആളുകളാണെങ്കിൽ ഇമോഷണൽ ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി വളരെ മെച്യൂർഡ് ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യാൻ, അതുപോലെ വളരെ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയോ ഒരു മാറ്റം എന്നിൽ വന്നു എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വരും. ആൻഡ് ഈ ഒരു കാര്യം മാനിഫെസ്റ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന, നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്ന അനാവശ്യമായിട്ടുള്ള എല്ലാ ഭാരങ്ങളും നിങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, ഒരുപാട് ലോങ് പീരീഡിൽ നിങ്ങൾ എടുത്ത കുറേ എഫേർട്ട് അതെല്ലാം നിങ്ങളിപ്പോൾ റിലീവ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, അതായത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ. ഓക്കെ, നിങ്ങൾ എടുത്ത എഫേർട്ടൊക്കെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് റിസൾട്ട് കൊണ്ടുവരുന്നതോടുകൂടി നിങ്ങളുടെ ഈ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാരം ഒരേ സമയത്ത് വാനിഷ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്ലെസ്സിങ് ടൈമാണ്. ജീവിതത്തിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ കൈകാര്യം ചെയ്തു.
ഒരുപാട് മെൻ്റൽ ബേർഡൻ നിങ്ങൾ കൊണ്ടു നടന്നു. നിങ്ങളെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ മാനസികമായിട്ട് ചുമന്നുകൊണ്ട് നടന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടു നടന്നു. അതൊക്കെ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഭാരങ്ങളായിരിക്കും നിങ്ങളെ ഒരുപാട് കാലങ്ങളായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ, നിങ്ങൾ വിചാരിക്കുന്നത്ര സ്പീഡിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത്, നിങ്ങളെ വീഴിച്ചുകൊണ്ടിരുന്നത്. പലതവണയും നിങ്ങൾ വീഴുക എഴുന്നേൽക്കുക ആ ഒരു പ്രോസസ്സിലായിരിക്കും. സോ ഇപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ഭാരം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റിലീസ് ആവുന്ന ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ച് റീഡിങ്ങിലായിട്ട് ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട്, എൻ്റെ റീഡിങ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മെസ്സേജ് തന്നെ ഇതിൽ നിന്ന് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ജസ്റ്റിസ് കാർഡ് വീണ്ടും വീണ്ടും വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരും. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതായത് നിങ്ങളുടെ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കേണ്ടത് ഇതേ സത്യസന്ധതയും നിങ്ങളുടെ വാല്യൂസും ഒക്കെ തന്നെയാണ്. സോ എൻ്റെ ലൈഫ് രക്ഷപ്പെട്ടു, എനിക്കിനി ആരെയും നോക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും ഫെയർ ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, അതായത് നിങ്ങളുടെ വിശ്വസ്തത നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനങ്ങളും നിങ്ങൾ ജീവിതത്തിൽ എടുക്കാനോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ പാടില്ല. ഓക്കെ, നിങ്ങളുടെ ആക്ഷൻസിൽ എപ്പോഴും ഒരു ബാലൻസ് വേണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ലൈഫിൽ ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ, നമ്മളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് കിട്ടിക്കഴിയുമ്പോൾ ഇനി എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. ഓക്കെ, എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാർഡിൽ കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മറുപടികളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത്. സോ നിങ്ങൾ ജസ്റ്റിസ് കാർഡ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രപഞ്ചം നിങ്ങളോട് പ്രതികരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ സത്യത്തെ ഫോളോ ചെയ്താൽ ആ രീതിയിൽ തന്നെ നിങ്ങൾക്കുള്ള റിസൾട്ടും ഉണ്ടായിരിക്കും. സോ ഈ കാർഡ് റെഗുലറായിട്ട് ഇപ്പോൾ കാണുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് തരണം എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ജസ്റ്റായിട്ട്, വളരെ നിങ്ങൾക്ക് ജെനുവൻ ആവുന്ന രീതിയിൽ, അതായത് നിങ്ങൾ ഒരാളെ ചീറ്റിംഗ് എനർജി ഒന്നും ഇല്ലാതെ ഫെയർ ആയിട്ട് തന്നെ നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ അടുത്ത് ഒരു ന്യായത്തിന് വേണ്ടി വരുന്ന ഒരാൾക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ ലൈഫിലേക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുക. നിങ്ങൾ എന്താണോ ഇവിടെ ഓവർകം ചെയ്ത് വന്നത്, നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ എന്താണോ ഓവർകം ചെയ്ത് ഈ ഒരു വിക്ടറി നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുക. ഇത് ലഭിച്ചതിന് ശേഷം എനിക്ക് മാത്രം മതി എന്നുള്ള എനർജിയിലേക്ക് പോകാതെ മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ചെയ്യുക. സോ വരുന്ന 3 മാസത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ആഘോഷിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ തന്നെയാണ് വരുന്നത്. ലൈഫിൻ്റെ ഒരു പുതിയ ബിഗിനിങ് ആണ് വരുന്നത്. ആൻഡ് ഒരു കുറേ കാലത്തെ റെസ്പോൺസിബിലിറ്റിക്കും കുറേ എഫേർട്ടുകളൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി വന്നിരിക്കുകയാണ്. അത് സന്തോഷത്തിൻ്റെയും ഓപ്പർച്യൂണിറ്റിയുടെയും ഒക്കെ ഒരു എനർജി ഇതിനകത്തുണ്ട്. സോ ഇത്രയുമുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. സോ ഇതിലെ പോസിറ്റീവ് എനർജീസ് എല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക് യു സോ മച്ച്. മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം.